ഓം 25ാമത്തെ സ്തുതി. പല പല ഭൂഖണ്ഡങ്ങളിൽ വസിക്കുന്നവരുടെ ഭഗവതാരാധന. ഭദ്രശ്രവസ്യധമൻ പുത്രനും അദ്ദേഹത്തിൻ്റെ പ്രധാന സേവകന്മാരും ഭദ്രാശ്വവർഷത്തിൽ സാക്ഷാൽ വാസുദേവനായ ഭഗവാനായ ഹയഗ്രീവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ധർമ്മപ്രധാനവുമായ സ്വരൂപത്തെ ഏകാഗ്രതയോടെ ചിത്തത്തിലുറപ്പിച്ച് ആരാധിക്കുന്നു. അശ്വശിരസ്സും മനുഷ്യ ശരീരവുമായി വേദങ്ങളെ വീണ്ടെടുത്ത രൂപത്തിലുള്ള ഭഗവാനെ അവർ സ്തുതിക്കുന്നു. ഭദ്രശ്രവസ ഊചുഹു. ഇത് ഭാഗവതത്തിൽ 5ാമത്തെ സ്കന്ധം 18ാമത്തെ അധ്യായം 2 മുതൽ 39 വരെ ശ്ലോകങ്ങളാണ്. ഭദ്രശ്രവസൗചുഹോ. ഓം നമോ ഭഗവതേ ധർമായ ആത്മവിശോധനായ നമ ഇതി. അഹോ വിചിത്രം ഭഗവദ്വിചേഷ്ടിതം ഘ്നന്തം ജനോയം ഹിമിഷന്ന പശ്യതി. ധ്യായന്ന സദ്യർഹി വികർമ്മ സേവിതും നിർഹൃത്യ പുത്രം പിതരം ജിജീവിഷതി. വദന്തി വിശ്വം കവയസ്മനശ്വരം പശ്യന്തി ചാധ്യാത്മവിദോ വിപശ്ചിത. തഥാപി മുഹ്യന്തി തവാചമായയാ സുവിസ്മിതം കൃത്യമജം നതോസ്മിതം. വിശ്വോദ്ഭവസ്ഥാനനിരോധകർമ്മതേ ഹ്യകർത്തുമംഗീകൃതമപ്യമപാവൃത. യുക്തം ന ചിത്രം ദ്വൈകാര്യകാരണി സർവാത്മനി വ്യതിരിക്തേ ച വസ്തുത. വേദാൻ യുഗാന്തേ തമസാ തിരസ്കൃതാൻ രസാതലാത് യോ നൃത്തൂരംഗവിഗ്രഹ. പ്രത്യാദദേ വൈ കവയേഭിയാചതേ തസ്മൈ നമസ്തേ വിദധേ ഹിതായ ഇതി. ഹരിവർഷേ ചാപി ഭഗവാൻ നരഹരിരൂപേണാസ്തേ തദ്രൂപഗ്രഹണനിമിത്തമുത്തരത്രാഭിദാസ്യേ. തദ്ദയിതും രൂപം മഹാപുരുഷഗുണഭാജനു മഹാഭഗവതോ ദൈത്യദാനവകുലതീർത്ഥീകരണശീലാചരിത പ്രഹ്ലാദഃ. അവ്യവധാനനന്യഭക്തിയോഗേന സഹ തദ്വർഷപുരുഷൈരുപാസ്തേ ഇദം ച ഉദാഹരതി. പ്രഹ്ലാദൻ സ്തുതിക്കുന്ന മന്ത്രം. നരസിംഹായ നമസ്തേജസ്തേജസേ. ആവിരാവിർഭവ വജ്രനഖ വജ്രദംഷ്ട കർമാശയാൻ രന്ധയ രന്ധയ തമോഗ്രസഗ്രസ. ഓം സ്വാഹ. അഭയമഭയമാത്മനി ഭൂയിഷ്ഠ. ഓം ക്ഷൗംസ്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സ്വസ്യസ്തു വിശ്വസ്യ ഫലപ്രസീദതാം. ധ്യായന്തു ഭൂതാനി ശിവം മിഥോ ധിയ. മനശ്ച ഭദ്രം ഭജതാദോക്ഷജേ. ആവേശ്യതാം നോ മതിരപ്യഹൈതുകീ. മകാരധാരാത്മജവിത്തബന്ധുഷു സംഗോ യദി സ്യാത് ഭഗവത്പ്രിയേഷു ന. യപ്രാണവൃത്യാ പരിതുഷ്ടാത്മവാൻ സിദ്ധ്യത്യദൂരാന്ന തദേന്ദ്രിയപ്രിയ. യൽസംഗലബ്ധം നിജവീര്യവൈഭവം തീർത്ഥം മുഹു സംസ്പൃശതാം ഹി മാനസം. ഹരത്യജോന്തശ്രുതിഭിർഗതോऽങ്കജം കോ വൈ ന സേവേത മുകുന്ദവിക്രമം. യസ്യാസ്തി ഭക്തിർഭഗവത്യകിഞ്ചന സർവൈ ഗുണൈസ്തത്ര സമാസതേ സുരാ. ഹരൗ അഭക്തസ്യ കൃതോ മഹദ്ഗുണാ മനോരഥേനാ സതി ധാവതോ ബഹി. ഹരിർഹി സാക്ഷാത് ഭഗവാൻ ശരീരിണാം ആത്മാ ചഷാണാമിവ തോയമീപ്സിതം. ഹിത്വാ മഹാസ്തം യദി സജ്ജതേ ഗൃഹേ തദാ മഹത്വം വയസാ ദമ്പതീനാം. തസ്മാത് രജോ രാഗവിഷാദമന്യോ മാനസ്പൃഹാ ഭയദൈന്യാദിമൂലം. ഹിത്വാ ഗൃഹം സംസൃതി ചക്രവാളം നൃസിംഹപാദം ഭജതാ കുതോ ഭയമിതി. കേതുമാലേപി ഭഗവാൻ കാമദേവസ്വരൂപേണ ലക്ഷ്മ്യാ പ്രിയചികീർഷയാ പ്രജാപതേർദുഹിതൃണ പുത്രാണാം തദ്വർഷപതീനാം. പുരുഷായുഷഹോരാത്രപരിസംഖ്യാനാനാം യാസാം ഗർഭാഃ മഹാപുരുഷമഹാസ്ത്രതേജസോദ്വേജിതമനസാം വിധ്വസ്താവ്യസവ സംവത്സരാന്തേ വിനിപതന്തി. അതീവ സുലളിത വിലാസവിലസിതരുചിരഹാസലേശാവലോലീല കിഞ്ചിത്തംബിത സുന്ദരഭ്രൂമണ്ഡല സുഭഗവദനാരവിന്ദശ്രീ രമാം രമയന്നിന്ദ്രിയാണി രമയത്തെ
തദ്ഭഗവതോ മായാമയം രൂപം പരമസമാധിയോഗേന രമാദേവി സംവത്സരസ്യ രാത്രിഷു പ്രജാപതേർ ദുഹിതൃഭിരുപേത സുച തദ്ഭർത്തൃഭിരുപാസ്തേ ഇദം ച ഉദാഹരതി. ലക്ഷ്മി ഭഗവതി സ്തുതിക്കുന്ന മന്ത്രം. ഓം ഹ്രാം ഹ്രീം ഹ്രൂം ഓം നമോ ഭഗവതേ ഹൃഷീകേശായ സർവഗുണവിശേഷൈർവിലക്ഷിതാത്മനി ആകൂതീനാം ചിത്തീനാം ചേതസാം വിശേഷേണ ചാധിപതയേ ഷോഡശകലായ ഛന്ദോമയായ അന്നമയായ അമൃതമയായ സർവമയായ സഹസേ ഓജസേ ബലായ കാന്തായ കാമായ നമസ്തേ ഉഭയത്ര ഭൂയാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രിയോ ഹൃദയസ്ത്വാ ഹൃഷികേശ്വരം സ്വതോ യാരാധ്യലോകേ ആശാസദേന്യം താസാം ന തേ വൈ പരിപാന്ത്യപത്യം പ്രിയം ധനായുഷീം യതോസ്വതന്ത്ര സ വൈ പതി സ്യാദകുതോ ഭയസ്വയം സമന്തതപ്പാതിഭയാതുരം ജനം സ ഏക ഏവേതരധാമിതോ ഭയം നൈവാത്മലാഭാദതിമന്യതേ പരം. യാതസ്യ തേ പാദസരോരുഹാർഹണം നികാമയേൽ സാഖിലകാമലംബട തദേവ രാസീപ്സിതമീപ്സിതോർച്ചിതോ യദ്ഭഗ്നയാജ്ഞാ ഭഗവൻ പ്രതപ്യതേ. മത്പ്രാപ്തയേ ജേശസുരാസുരാദയ സ്തപ്യന്ത ഉഗ്രം തപ ഐന്ദ്രിയേ ധിയ ഹൃദേ ഭവത്പാദപരായണാന്നമാം വിന്ദന്ത്യഹം തദ്ഹൃദയായതോജിത. സത്വം മമാപ്യച്യുതശിഷ്ണിവന്ദിതം കരാംബുജം യത്തു തഥാ ഹി തത്സാത്വതാം ബിഭർഷിമാം ലക്ഷ്മവരേണ്യമായയാ ക ഈശ്വരസ്യേഹിതമൂഹിതും വിഭൂരിതി. രമ്യകേ ച ഭഗവത പ്രിയതമം മത്സ്യമാം അവതാരരൂപം തദ്വർഷപുരുഷസ്യ മനോ പ്രാക് പ്രദർശിസം സ ഇദാനീമപി മഹതാ ഭക്തിയോഗേനാരാധയതീദം ച ഉദാഹരതി. ശ്രാദ്ധദേവൻ സ്തുതിക്കുന്ന മന്ത്രം. ഓം നമോ ഭഗവതേ മുഖ്യതമായ നമഃ സത്വായ പ്രാണായ ഓജസേ സഹസേ ബലായ മഹാമത്സ്യായ നമ ഇതി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അന്തർബഹിശ്ചാകിലലോകപാലകൈ അദൃഷ്ടരൂപോ വിചരസ്യുരുസ്വന സ ഈശ്വരസ്തം യൈദം വശേനയ നാംനാ യഥാ ദാരുമയീ നരശ്രിയം യം ലോകപാലാകിലമത്സരജ്വരാ ഹിത്വാ യദന്തോപി പൃഥക് സമീത്യ ച പാതും ന ശേഗോർദിപദശ്ചതുഷ്പദ സരീസൃപംസ്ഥാണു യദത്ര ദൃശ്യത്തെ ഭവാൻ യുഗാന്താർണവ ഊർമിമാലിനി ക്ഷോണീമിമാമോഷധി വീരുതാം നിധി മയാ സഹോരുക്രമതേജവോജസ തസ്മൈ ജഗത്പ്രാണഗണാത്മനേ നമ ഇതി. ഹിരണ്മയേപി ഭഗവാൻ വസതി കൂർമതനും ബിഭ്രാണസ്തസ്യ തത്പ്രിയതമാം തനുമര്യമാ സഹ വർഷപുരുഷൈഃ പിതൃഗണാധിപതിരുപധാവതി മന്ത്രമിമം ചാനുജപതി. അര്യമാവ് സ്തുതിക്കുന്ന മന്ത്രം. ഓം നമോ ഭഗവതേ അകൂപാരായ സർവസത്വഗുണവിശേഷണായാം നോപലക്ഷിതസ്ഥാനായ നമോ വക്ഷ്മണേ നമോ ഭൂമ്നി നമോ നമോ അവസ്ഥാനായ നമസ്തേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യദ്രൂപമേതന്നിജമായയാർപ്പിതം അർത്ഥസ്വരൂപം ബഹുരൂപരൂപിതം സംഖ്യാനയസ്യാസ്തയഥോപലംഭന തസ്മൈ നമസ്തേ വ്യപദേശരൂപിണേ. ജരായുജം സ്വേദജമണ്ഡജോദ്ഭിദം ചരാചരം ദേവർഷിപ്പിതൃഭൂതമൈന്ദ്രിയം ദ്യൗഖം ക്ഷിതിശൈലസരിൽസമുദ്രദ്വീപഗ്രഹക്ഷേത്യഭിധേയ ഏകാ യസ്മിന്നസംഖ്യേ വിശേഷനാമ രൂപാകൃതോ കവിഭിः കൽപ്പിതേയം സംഖ്യായയാ തത്വദൃശാപനീയത്തെ തസ്മൈ നമഃ സാഖ്യനിദർശനായ തേ ഇതി. ഉത്തരേഷു ച കുരുഷു ഭഗവാൻ യജ്ഞപുരുഷ കൃതവരാഹരൂപാസ്തേ തം തു ദേവി ഹൈഷാ ഭൂസഃ കുരുഭിരസ്ഖലിതഭക്തിയോഗേനോപധാവതി ഇമാം ച പരമാ ഉപനിഷദാവർത്തയതി.
ഭൂമിദേവി സ്തുതിക്കുന്ന മന്ത്രം. ഓം നമോ ഭഗവതേ മന്ത്രതത്വലിംഗായ യജ്ഞകൃതവേ മഹാദ്വരാവയവായ മഹാപുരുഷായ നമഃ കർമ്മശുക്ലായ ത്രിയുഗായ നമസ്തേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യസ്യ സ്വരൂപം കവയോ വിപശ്ചിതോ ഗുണേഷു ദാരുഷിവജാതവേദസം മധ്നന്തി മധ്ന മനസാദിദൃക്ഷവോ ഗൂഢം ക്രിയാർത്തൈ നമ ഈരിതാത്മനെ. ദ്രവ്യക്രിയാ ഹേത്വയനേശകർത്തൃഭിः മായാഗുണൈർവസ്തു നിരീക്ഷിതാത്മനെ. അന്വീക്ഷയാങ്കാതിശയാത്മബുദ്ധിഭിः നിരസ്തമായ കൃതയേ നമോ നമഃ. കരോതി വിശ്വസ്ഥിതി സംയമോദയം യസ്യേപ്സിതം നേപ്സിതുമീക്ഷിതുർഗണേ ഈക്ഷിതുർഗുണേ. മായാ യഥായോ ഭ്രമതേ തദാശ്രയം ഗ്രാവ്ണോ നമസ്തേ ഗുണകർമ്മസാക്ഷിണേ. പ്രമഥ്യദൈത്യം പ്രതിവാരണം മൃദേ യോ മാം രസായ ജഗദാദിസൂകര. കൃത്വാഗ്രദംഷ്ട്രേ നിരഗാദുതന്വത ക്രീഡന്നിവേഭ പ്രണതാസ്മിതം വിഭുമിതി. ധർമ്മസ്വരൂപനും ഉപാസകന്മാരുടെ അന്ധക്കരണ മാലിന്യത്തെ തീർത്ത് പരിശുദ്ധി നൽകുന്ന ജ്ഞാനസ്വരൂപനായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ശ്രീഹരി ഹരിവർഷത്തിൽ നരസിംഹരൂപം പൂണ്ട് വാഴുന്നു. ദൈത്യദാനവവംശ ശുദ്ധമാക്കുവാൻ തക്ക ശീലങ്ങളൊത്ത ഭക്തനായ പ്രഹ്ലാദനെ പോലെ ഭക്തിയോഗത്തിനാൽ ആ സ്ഥലവാസികൾ ആ പ്രിയ സ്വരൂപത്തെ ജപിച്ച് ഉപാസിക്കുന്നു. കേതുമാലത്തിൽ ഭഗവാൻ ലക്ഷ്മീദേവിയുടെയും ആവർഷപതിയുടെയും പ്രിയം സാധിപ്പിക്കുവാനായിട്ട് കാമദേവൻ്റെ സ്വരൂപത്തോടുകൂടി വസിക്കുന്നു. രമ്യകവർഷത്തിൽ അവിടുത്തെ അധിപതി സത്യവ്രതനായ മനുവിന് ശ്രാദ്ധദേവന് കാട്ടിക്കൊടുത്ത വൻ മത്സ്യരൂപത്തെ ഇപ്പോഴും ഉത്കൃഷ്ടഭക്തിയോടെ കൂപ്പി സ്തുതിക്കുന്നു. ഹിരൺമയ വർഷത്തിൽ കൂർമ്മശരീരം വഹിച്ചിരിക്കുന്ന ഭഗവാൻ വസിക്കുന്നു. പിതൃഗണങ്ങളുടെ അധിപനായിരിക്കുന്ന അര്യമാവ് അവിടെയുള്ള ജനങ്ങളൊത്ത് മന്ത്രം ചൊല്ലി ആ കൂർമ്മദേവനെ ഭജിക്കുന്നു. ഉത്തര കുരുവർഷത്തിൽ യജ്ഞേശ്വരനായ ഭഗവാൻ വരാഹരൂപം പൂണ്ട് വസിക്കുന്നു. ഭൂമിദേവി അവിടെയുള്ള ജനങ്ങളോടൊപ്പം ഏകാന്ത ഭക്തിയോഗത്തിനാൽ ശ്രീ വരാഹമൂർത്തിയെ ഉപനിഷത്ത് മന്ത്രം ചൊല്ലി സ്തുതിക്കുന്നു. ഓം മന്ത്രതത്വലിംഗ മഹാപുരുഷ കർമ്മവിശുദ്ധലഭ ത്രികൽപ്പജ ഭഗവാനേ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ.